ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബാംഗ്ലൂരാണുള്ളത് കേട്ടോ. ഇവിടുത്തെ ഒരു ഫാമിൽ വന്നപ്പം നിറയെ കാക്ടസ് ചെടികളുടെ കളക്ഷൻസ്. അതൊന്നും രണ്ടും ചെടിയൊന്നുമല്ല, ലക്ഷക്കണക്കിന് കാക്ടസിൻ്റെ ചെടികൾ കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാക്ടസിൻ്റെ കളക്ഷൻസ് കാണാൻ പറ്റി. ഞാനൊരു വലിയ കാക്ടസ് കളക്ട് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. എൻ്റെ ഈ ചെടിയെ വലുതായിട്ടൊന്നുമില്ല. ഞാൻ ഈ ചെടി പല ഫാമിലും കണ്ടിട്ട് ഒന്നോ രണ്ടോ ചെടിയൊക്കെ എടുത്ത് നമുക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ കൊണ്ടുവച്ചോ അപ്പോഴൊക്കെ ആ ചെടി ചീത്തയായി പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഫാമിൽ ഇതിൻ്റെ കാരണമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. നമ്മുടെ സാധാരണ മണ്ണിലാണ് മിക്കപ്പോഴും കാക്ടസ് കൊണ്ടുപോയി നടുന്നത്. നമ്മുടെ മണ്ണിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ വെള്ളം ഈർപ്പം പിടിച്ചിട്ട് എപ്പോഴും ചെളി രൂപത്തിലാണ് മണ്ണിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര മണൽ മിക്സ് ചെയ്താലും ഈ ചെടി കാണാൻ എന്തൊരു ഭംഗിയാണ് കാണാൻ. നല്ല ഗ്രീൻ കളറാണ്. അതുപോലെ ഒരുപാട് വെറൈറ്റി കാക്ടസിൻ്റെ വെറൈറ്റീസും ഒക്കെ കാണാൻ പറ്റി. അപ്പോൾ ഈ മണ്ണിലുള്ള ഈർപ്പം കൊണ്ട് ഈ ചെടി അളിഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. നമ്മളെപ്പോഴും ഒരു ഓർക്കിഡിന് എടുക്കുന്നൊരു പോട്ടി മിക്സ് അറിയാമോ? മണ്ണല്ല ഉപയോഗിക്കുന്നത്. നമുക്ക് കൊക്കോപിറ്റിൻ്റെ ചിപ്സ്, കൊക്കോ ചിപ്സ്, അതേപോലെ തന്നെ കരി, അതുപോലെ ഓടിൻ്റെ കഷ്ണം, പിന്നെ പെർലൈറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് നട്ടാൽ ഒട്ടും വെള്ളം പിടിക്കില്ല. ചെടി ചട്ടിയുടെ അടിയിലും ഒരു 3-4 ഹോളുള്ള ചട്ടിയിൽ നട്ടാൽ വെള്ളം കൂടുതലുള്ളത് ഊർന്നു പോവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പോട്ടി മിക്സിൽ നടുന്ന ചെടിക്ക് ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല. പിന്നെ രണ്ടാമത്, നമ്മൾ ഒരു മാസത്തിൽ 1 പ്രാവശ്യം അല്ല 2 പ്രാവശ്യം, അതായത് നമ്മൾ ആ മണ്ണെടുത്തിട്ട് ഒന്ന് കൈവച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. അതായത് നമ്മൾ ഉണങ്ങിയ മണലിരിക്കുന്ന അവസ്ഥയിലാണ് ആ ചെടിയുടെ പോട്ടി മിക്സ് ഇരിക്കുന്നതെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലല്ലേ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ ഒരു കണക്ക് പറയാൻ പറ്റില്ല. കാരണം ആ മണ്ണ് നോക്കി അതിൽ ഒരു ഫ്ലവർ കണ്ടോ, ഒരു മജന്ത കളർ ഫ്ലവർ. മിക്കതിലും ഫ്ലവർ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടിയാണ്. ചെടിയുടെ മണ്ടയ്ക്ക് നല്ല ഫ്ലവറുമാണ്. അപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ചെടി പെട്ടെന്ന് ചീത്തയായി പോകുന്നത്. അപ്പോൾ കാക്ടസ് വളർത്തുന്നവർ ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പോട്ടി മിക്സിനകത്ത് നമുക്ക് അതിന് വളരാൻ ആവശ്യമായ ചാണകപ്പൊടി മിക്സ് ചെയ്യാം. ഈ പെർലൈറ്റ് മസ്റ്റായിട്ട് ഇടണം കേട്ടോ, എങ്കിൽ മാത്രമേ ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. വെള്ളം മാർന്നു പോകാനുള്ളതാണ്. ഈ ചെടിയുടെ മണ്ടയ്ക്ക് കണ്ട മജന്ത കളറിലൊരു മറ്റൊരു കാക്ടസ്, അത് ഫ്ലവർ ആണെന്നാണ് പറയണേ. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല. പിന്നെ രണ്ടാമത്, ഇതിനെക്കുറിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ വളർത്തുന്നൊരു ചെടിയല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരെല്ലാത്തിനെയും ഒന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ലക്ഷക്കണക്കിന് ചെടിയാണ് ഇരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി, 10,000-ൽ കൂടുതൽ വെറൈറ്റി പ്ലാന്റുകൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഒന്നും പേര് ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യമില്ല. നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ള കാക്ടസുകളായിരിക്കാം ഇത്, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇത്രയും കൂടുതൽ കളക്ഷൻസ് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. നല്ല ഗ്രീനായിട്ട് അതിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡുകളുണ്ട്. ഒരുപാട് വലിയ വലിയ പ്ലാന്റുകളുണ്ട്. നമുക്ക് ആ ഫാമിൻ്റെ വെളിയിൽ തന്നെ നോക്കുമ്പോൾ കാണാം വലിയ വലിയ കാക്ടസുകൾ നിൽക്കുന്നത് ചട്ടിയിലും നിലത്തുമൊക്കെ. ആ നിലത്തൊക്കെ നിൽക്കുന്നതിൽ ഫ്ലവറൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ. അത് 2 ദിവസത്തിനുള്ളിൽ ഫ്ലവർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചെടികൾ, പുതിയ ചെടികളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി. പല ഫാമിലും പോകുമ്പോൾ നമ്മൾ മിക്സായിട്ടുള്ള ചെടികളാണ് കൂടുതലും കാണുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാക്ടസിൻ്റെ വെറൈറ്റീസ് കാണാൻ പറ്റി. നോക്കി എന്തൊരു ഭംഗിയുള്ള ചെടിയാണെന്ന്. എല്ലാം ശരിക്കും ഒരു ലോട്ടസിൻ്റെ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്ന പോലല്ലേ ആ ചെടി കണ്ടിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, നല്ല ഭംഗിയുള്ള ചെടികളാണ് എല്ലാം. ഈ ചെടിയൊക്കെ എന്തൊരു ഭംഗിയാണ്. അതിൻ്റെ അറ്റത്തൊരു മുള്ളുണ്ട് കേട്ടോ. ഇതുപോലെ ഒരുപാട് കാക്ടസിൻ്റെ വെറൈറ്റീസ് ആ ഫാമിലുണ്ട്. അപ്പോൾ കാക്ടസ് വളർത്താൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതുപോലുള്ള പോട്ടി മിക്സിൽ നട്ടാൽ ഈ ചെടി നന്നായിട്ട് നിൽക്കും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഈ ഒരു ചെടി നോക്കിയാൽ അവിടെ പോയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ചെടി ഇതാണ്. അതിനകത്തൊരു 3-4 കളർ ഷെയ്ഡുണ്ട്. നോക്കി, ഒരു നടുക്ക് വിരിഞ്ഞ് വരുന്ന സ്ഥലത്ത് ഗ്രീൻ കളറ്. അതേപോലെ ഇതൊരു വലിയ പ്ലാന്റ് കേട്ടോ, ആ ഫാമിൻ്റെ വെളിയിൽ ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് നല്ല രസമുള്ളൊരു ചെടിയാണ്. ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം.